റീ എൻട്രി കാരണമാണ് അനീഷേട്ടന്റെ കപ്പ് പോയത്, ഒരിക്കലുമല്ല. അനുവിന് കപ്പ് കിട്ടും എന്നുള്ള കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ടാണ് അനു അകത്തേക്ക് കയറുന്നത് പോലും. പിന്നെ എങ്ങനെ റീ എൻട്രി കാരണം രണ്ട് കാര്യങ്ങൾ അനുവിന്റെ അടുത്ത് ചോദിച്ചു, അല്ലെ അനുവിനോട് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ കപ്പ് പോകേണ്ട ആവശ്യം എന്താ? യൂസ് യുവർ ബ്രെയിൻ മാൻ. ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. അനീഷേട്ടന്റെ കിട്ടേണ്ട കപ്പ് തന്നെയാണ് നിങ്ങളെല്ലാരും കൊണ്ട് കുളം തോണ്ടിയിട്ടുള്ളത്. അനുമോളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം, വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ അത് വലിച്ചു നീട്ടി ബഹളം വെച്ച് കയ്യിന്ന് പോയി അവസാനം അനുമോളുടെ PR പണിയെടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. അയാളുടെ PR കെടുന്ന് പണിയെടുത്തു. അനുമോളുടെ കരച്ചിൽ മാത്രം കട്ട് ചെയ്ത് പാവപ്പെട്ട വീട്ടമ്മമാരുടെ മുന്നിലേക്കും കോളേജ് കുട്ടികളുടെ മുന്നിലേക്കൊക്കെ ഇട്ടുകൊടുത്ത് അനുമോളുടെ അവത ബിൻസി ഉപദ്രവിക്കുന്നു എന്ന തെറ്റായ സന്ദേശം ഇട്ട് കൊടുത്തിട്ട് അവസാനം അനുമോൾക്ക് ഒരു സിമ്പതി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓൾറെഡി വുമൺ കാർഡ് മറ്റേ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ടുണ്ട്. ലാലേട്ടൻ തന്നെ പ്രൊമോയിലൊക്കെ പറഞ്ഞ കാര്യമാണ്, വുമൺ കാർഡ് ഏറ്റവും ഇങ്ങോട്ട് വരരുത്, കരച്ചിൽ കാർഡ് ഇറക്കരുത്, ഫുള്ള് അതേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും അവരൊന്നും മിണ്ടിയില്ല അല്ലെ, എടുത്ത് ദൂരെ കളയുന്നൊക്കെയായിരുന്നു പ്രൊമോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അനീഷേട്ടന് കിട്ടേണ്ട കപ്പ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് കളഞ്ഞിട്ടുള്ളത്. പിന്നെ ഏഷ്യാനെറ്റ് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ സംശയം അവിടെ വീണ്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ പറ്റുന്നു ഇങ്ങനെ കീടം സ്വഭാവം കാണിക്കാനായിട്ട്? പേൾ ഡിസൈൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാദറിനെ പറഞ്ഞാൽ, വീട്ടുകാരെ പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അതുപോലെ ഞാൻ പ്രതികരിച്ചുള്ളൂ. എന്റെ അപ്പനെ പറഞ്ഞാൽ ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും. അത് പ്രതികരണം വീണ്ടും 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 അത് കേട്ടു. ഒരു പ്രാവശ്യം അല്ല പറയുന്നത്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് അങ്ങനെ കേട്ടോണ്ടിരിക്കാനുള്ളൊരു മൈൻഡ് അല്ലടാ കൂട്ട. ഞാൻ ചോദിച്ചു, അതങ്ങനെ ആ സെൻസിൽ എടുത്താൽ മതി. അത് ആ സെൻസിൽ എന്നെ എടുത്തിട്ടുള്ളൂ. മസ്താനിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടി. മസ്താനി വായും പൂട്ടി ഒരു ഇരുന്നിട്ടുണ്ട്. അമ്മോ, തൊലി ഉരിഞ്ഞു പോയ ഒരു അവസ്ഥയായിരുന്നുള്ള. പേരൊന്നും മാറ്റിയാല് വലിയ ആളാവുന്ന വിചാരം വേണ്ട. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു ആ മുക്കുമണ്ടത്തിന്റെ വിഷയം കൂടി ഒക്കെ പൊക്കി പുറത്ത് കിടുന്നുള്ളത്. കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതിനോട് ആൾക്കാർ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ കിട്ടേണ്ടത് എന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അച്ഛനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും നമ്മൾ തിരിച്ചു വിളിക്കില്ലേ? നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഖത്ത് നോക്കി തെറി വിളിച്ചു കഴിഞ്ഞാൽ, മുഖത്ത് നോക്കി കളിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് റിയാക്ട് ചെയ്യും. ഇപ്പൊ കമന്റ് ബോക്സുകളിലൂടെ വരുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോ അച്ഛനെ വിളിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയുണ്ടാവില്ല. അമ്മയെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം അമ്മ ആരാണെന്ന് അറിയുണ്ടാവില്ല. അത് ആ രീതിയിൽ ജനിച്ചതാകാനാണ് സാധ്യത. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നമ്മൾ മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞ മുഖമടിച്ച് തിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ബിൻസി ആ കാണിച്ച കാര്യത്തിലൊന്നും നമുക്കൊരു തെറ്റ് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അനുമോളുമായിട്ടൊരു പ്രശ്നം ഉണ്ടായതാണ് നമുക്കൊരു ഇത് തോന്നിയത്. കാരണം PR വർക്ക് ഇവിടെ നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറെ വോട്ടും വാങ്ങി കൊടുക്കാൻ ആ ഇവരെ കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ ജിസയിലെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ടതാ. അവളുടെ പിന്നാലെ പറഞ്ഞ നിങ്ങൾ നല്ല പുണ്യാളത്തിയായി കണ്ടതാ. ഓ, അതൊക്കെ ജനങ്ങൾ കണ്ടായിരുന്നല്ലേ? അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അതനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ജഡ്ജ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും കണ്ടതാണ്. കണ്ടോ, ഇവിടെ കിടന്ന് ഉരുളേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ജിസയിൽ എന്താ എല്ലാ ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പോകുന്നേ, ഇതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചർച്ച ചെയ്തൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോ ആ ഒരു കാര്യത്തില് അനുമോള് പറഞ്ഞ ഈ ഒരു കാര്യം തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല അല്ലെ? ഗിസേലിന്റെ ഫാമിലിക്ക് ഒരു പക്ഷേ നാട്ടിലുള്ള ആളുകളല്ല, അവർക്ക് അതൊരു വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു. അതേപോലെ തന്നെ കുൽസിത വിഷയം ഓർമ്മല്ലേ? ആ വിഷയത്തിൽ ആര്യനും അതേപോലെ തന്നെ അവിടുന്ന് ഒഴിവായി പോയി. കാരണം അവർക്ക് ബോധമുണ്ട്. അവരത് കടിച്ചു തൂങ്ങി പ്രശ്നം ഉണ്ടാക്കാനും നിന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ നോർത്ത് ഇന്ത്യയിലും അവിടെയൊക്കെ ജീവിച്ചു വളർന്ന ആളുകളായതുകൊണ്ട് തന്നെ കേരള സംസ്കാരം വ്യത്യസ്തമാണെന്ന് അവർക്ക് മനസ്സിലാക്കി അത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. പകരം ബിൻസി കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ലടൂ. അപ്പൊ അവരത് ചിന്തിക്കണമായിരുന്നു. അത് നല്ല പോയിന്റാ ചൂണ്ടിക്കാണിച്ചേ. അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്തില്ല എല്ലാരും കൂടെ. ഞങ്ങളെല്ലാരും കൂടെ അല്ല വാങ്ങിക്കൊടുത്തത്, അനുവിന്റെ ശക്തമായിട്ടുള്ള PR ടീംസ്, നമ്മുടെ വിനുവിന്റെ ഗ്യാങ് എല്ലാരും കൂടെ വാങ്ങിക്കൊടുത്തത്. ഞങ്ങൾക്ക് കപ്പ് മേടിച്ചു കൊടുക്കലല്ലോ ഗൈസ് പരിപാടി. അതിന് വേറെ ആൾക്കാരും വെച്ചിട്ടില്ലേ? വിനുവിന് പണിയെടുക്കാനുള്ള അവസരം നിങ്ങൾ കൊടുത്തില്ല. അതായത് വെള്ള പൂശാനുള്ള അവസരം കൊടുത്തില്ലേ? അനുമോളുടെ കട്ടിങ് കരച്ചലുകൾ മാത്രം പുറത്തേക്ക് ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തില്ലേ? അത് തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അവിടെ പോയി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് അനീഷേട്ടന് മറഞ്ഞേനെ. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അനുമോളുടെ വോട്ട് കൂടിയത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വളരെ മോശാട്ടോ. റീ എൻട്രി കണ്ടതോടെ നിന്നെ വെറുത്തോന്ന് എന്റെ സോന.
അങ്ങനെ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, വെറുക്കണോ ഇഷ്ടപ്പെടണോ എന്നുള്ളതൊക്കെ. പക്ഷെ റീ എൻട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, എനിക്കതിന് ക്ലാരിറ്റി കിട്ടി. ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് വെറും സോന വന്ന് ചോദിക്കത്തില്ലല്ലോ. അപ്പൊ ചോദിച്ചതിന്റെ പേരിലാണ് വെറുത്തതെങ്കിൽ എന്ത് ചെയ്യാനാടാ. പക്ഷെ ഒരിക്കൽ എന്നെ വെറുത്തെന്ന് പറയുന്ന ആളുകൾ മാറ്റി പറയും എന്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും എപ്പോഴെങ്കിലും. നിങ്ങൾ പറഞ്ഞ സത്യസന്ധമായ കാര്യം തന്നെയാണ്, പക്ഷെ സമയം അത് മോശമായി പോയി എന്ന് പറയേണ്ടി വരും. നിങ്ങൾ അത് അവിടെ ആ സമയത്ത് ചോദിച്ചപ്പോൾ അനുമോളുടെ ഒരു സിമ്പതി ഇവിടെ വർക്കൗട്ട് ആവുകയും ആളുകൾ അത്യാവശ്യം നല്ല വോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തന്നെയാണ് അനുമോൾക്ക് കപ്പ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ലൈവും കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കണല്ലോ, ആളുകൾ ഇത് അങ്ങനെ പറയുന്നത്, ഓ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ ലൈവ് കണ്ട ആളുകളൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പട്ടി ആദ്യം മോശമായിട്ട് പറഞ്ഞത് ആദില, നൂറ, ഷാനവാസ് ആണ്. നീ അത് കണ്ടില്ലേ? ഈ പട്ടി എന്നൊക്കെ വന്ന് കമന്റ് ഇടുന്നത് അത്ര ശരിയാണോ? ഗേൾസ് തിങ്സ് ബൈ ഇയ എനിക്കത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ല നമ്മൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ ഓക്കെ മോളെ മറുപടി ഇല്ല. അതിനൊക്കെ കൃത്യമായ മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൊടുക്കാൻ കഴിയില്ല. കാരണം ആ പറഞ്ഞ വാക്കുകൾ സത്യസന്ധമായ വാക്കുകളാണെന്നുള്ളതാണ്. 24/7 കാണുന്ന ആളുകളെയാണ് വളരെ കൂടുതൽ. ഇപ്പോൾ തോന്നുന്ന എപ്പിസോഡിനേക്കാൾ കൂടുതൽ അവരുണ്ട് എന്നുള്ളത്. അടുത്ത സീസണൊക്കെ വരുമ്പോൾ ഒരു നുണ പോലും ചെയ്യാൻ പറ്റില്ല. വളരെ ഫിൽട്ടർ ചെയ്ത ആളുകൾ അത് നോക്കുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്ന ആളുകൾ കൃത്യമായി ഇത് കുത്തിപ്പോക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസിന് കൃത്യമായി ഫിൽട്ടർ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബിൻസി എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ബിൻസിയേക്കാൾ കൂടുതൽ ജനങ്ങൾക്കറിയാം. പല ആളുകളും ഇപ്പോ വിനു തന്നെ പറഞ്ഞു, എത്രയാണ് 1000 GB ഹാർഡ് ഡിസ്കുകൾ എത്രണ്ണം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ലൈവ് മുഴുവൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കിയിരുന്നാ പറയുന്നത്. അപ്പൊ അവരെ കയ്യിൽ കുറച്ചൊക്കെ ഉണ്ടാവും. അമ്മച്ചിമാർ ബിഗ് ബോസ് ഒരു സീരിയലായി കണ്ടു. ദിവസവും കുണു മോളുടെ കരച്ചിൽ കാണാതെ അമ്മച്ചിമാർക്ക് ഉറക്കം വന്നില്ല. ഇത് മനസ്സിലാക്കിയ മോൾ ദിവസവും അമ്മച്ചിമാർക്ക് വേണ്ടി നന്നായി കരഞ്ഞു. മേ ബി അങ്ങനെ ആയിരിക്കാം. എന്തായാലും അനുമോളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ നല്ല ധാരണയുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഈ കമന്റ്സ് വരുന്ന കാണുമ്പോൾ. എന്തായാലും കൊള്ളാം, നിങ്ങൾ നല്ലപോലെ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതിന് ഭയങ്കര സന്തോഷം കേട്ടോ. അല്ലെങ്കിലും നിങ്ങൾ സൂപ്പറാന്ന് എനിക്കറിയാം. ഈ കമന്റിലുള്ള കാര്യം നമ്മൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സീരിയൽ പോലെ ബിഗ് ബോസ് ഇങ്ങനെ വലിച്ചഴക്കുന്നത് പോലെ അനുമോള് കണ്ണീര്, കരച്ചില്, കിച്ചൺ, ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. രസകരമായ ഒരുപാട് നിമിഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറ്റി ബിഗ് ബോസ് കാണിച്ചത് ഈ സീരിയൽ തന്നെ, കണ്ണീരിന്റെ കരച്ചിലുള്ള ഈ സീരിയൽ. ചേച്ചി ഡബിൾ സ്റ്റാൻഡ് എടുക്കാതെ അപ്പം ഷാനവാസ്, നൂറ, ആദില, ശൈത്യ ഒക്കെ അല്ലേ ആദ്യം പറഞ്ഞത്? എടാ കുട്ട, ആദ്യം അവരൊക്കെ അല്ല പറഞ്ഞത്, ആദ്യം അനുവാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ ശൈത്യം ഷാനവാസും ഒക്കെ ഉണ്ടായിട്ടുള്ള ടോക്ക്, അനുവിന്റെ PR ഇപ്പൊ എടുത്ത് വീഡിയോ ഇങ്ങനെ വൈറലാക്കി നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സംഭവം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, അനുമോൾ ആദ്യം പറഞ്ഞു, അനുമോളോട് നിങ്ങൾ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ കാര്യം അറിയുമെങ്കിൽ അവരോടൊന്നും ചോദിക്കുന്ന പോലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം അവിടെ പോയിട്ട് നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്തു എന്നുള്ളത്. ബാക്കിയുള്ള ആളുകളോടൊന്നും ചോദിക്കാത്ത ഈ ഒരു ഡയലോഗ് കൊള്ളാം. പിന്നെ അനുമോള് പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ അപ്പാന്റെ ശരത്തിനെ മുന്നിലിരുത്തി ഗിസേല്, റന ഫാത്തിമ, ബിന്യാൻ ഒരുപാട് ആളുകൾ ഇരുന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ ആളുകളാണ്. ഇതൊക്കെ ഇപ്പോഴും വീഡിയോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ചേച്ചി ഞാൻ ലൈവ് കാണുന്ന ആളാണ്, ചേച്ചിയെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഇഷ്ടമായില്ല ചേച്ചി, അനുവിനെ മാത്രം ടാർഗറ്റ് ചെയ്തു. ശൈത്യ അവരൊക്കെ പറയണം. ശൈത്യ പറഞ്ഞതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഇപ്പോഴല്ലേ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്, നമുക്ക് നേരത്തെ അറിയാലോടാ കുട്ടാ. ആദ്യം പറഞ്ഞ ആൾ അനുവാണ്. രണ്ടാമത് ശൈത്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്യനോടും കൂടി പറയാമായിരുന്നു. പക്ഷെ ശൈത്യ പോലും എഴുതിയിൽ എണ്ണ ഒഴിച്ച് അവിടെ ഉണ്ടാണ്ടിരുന്നു എന്നുള്ളതാ. ആദിലയാണ് നാടക നടി ആദിലയാണ്. ആദിലയും കൂടി ചേർന്നുകൊണ്ടാണ് അന്ന് സംസാരിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ. ആദില ഇരുന്ന് ഡയലോഗ് അടിക്കണ കാണണം. എന്റെ പൊന്നെ, എന്താണ് ചിറ്റ അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ അടിച്ചെല്ലാതെ നിൽക്കുക. അത്രയ്ക്ക് പോയി കാണണം, അവള് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോവും. ആദില നൂറ ഭയങ്കര എന്താ സംഭവിച്ചിരിക്കുക. ആ സമയത്താണ് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ അനുമോള് പറയുന്നത്, അല്ല ഏതൊരു ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ലക്ഷ്മിയാണ് എന്നുള്ളത്. തേഞ്ഞൊട്ടി. ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് എന്തിനാ? റീ എൻട്രി ചെയ്ത് ബീബി നശിപ്പിച്ച പോലെ അത് നശിപ്പിക്കാനാണെന്ന് ഇറ്റ്സ് മീ ശില്പ ചോദിച്ചിട്ടുണ്ട്. ശില്പ, എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ ചെറുതും വലുതുമായിട്ട് ഒരുപാട് പരിപാടികൾ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളാണ്. ഇതുവരെ ഒരു പരിപാടിയും ഞാൻ നശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അത് ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒക്കെ
ഞാൻ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വീട്ടുകാരെയൊക്കെ പറഞ്ഞ് 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനാണെങ്കിൽ ഇറ്റ്സ് മീ ശില്പ കേട്ടോണ്ട് നിൽക്കുമോ? അപ്പനെ പറഞ്ഞ അപ്പന്റെ ജോലിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇല്ലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്നെ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കത്തില്ല. അവിടെ പരിപാടി പൊളിയോ എന്നുള്ളതല്ല. ഓക്കെ, നമുക്കൊരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. മറ്റുള്ളവർ പറയുന്നത് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ട് നിൽക്കുന്നത്, അത് സ്വന്തം പേരൻസിനെ കുറിച്ച്. അപ്പൊ ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചു പോകും. അല്ലെങ്കിൽ ഈ ബിൻസിയ ചിരിച്ചോണ്ടിരിക്കുന്ന ബിൻസി ആയിരിക്കും. ആ ഒരു പ്രതികരണമൊക്കെ ഓക്കെ, പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. അനുമോൾക്ക് കപ്പ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ഒരു ഉപകാരമായത് നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയപ്പോൾ PR അവളുടെ കരച്ചിൽ മാത്രം എടുത്തിട്ടിട്ട് അങ്ങ് അലക്കി, അവസാനം നിങ്ങൾ വീണ്ടും നെഗറ്റീവ് ആവുകയും അനുമോള് പോസിറ്റീവ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ അത് സമ്മതിച്ചു തരാൻ തയ്യാറല്ല. കപ്പ് വാങ്ങിക്കൊടുത്തത് അനുമോളുടെ PR മാത്രമാണെന്നുള്ളത്. അനുമോളുടെ PR-ന് പണിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആരാണ് അനുമോൾക്ക് ശരിക്കും കപ്പ് വാങ്ങിക്കൊടുത്തത്? ഇവരൊക്കെ തന്നെ അല്ലേ? അപ്പോൾ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.